സ്നേഹമുള്ളവരെ, വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. സങ്കീർത്തനം 3:8 വചനമാണിത്. 8 വചനങ്ങൾ മാത്രമുള്ള സങ്കീർത്തനമാണിത്. ദാവീദിനെ സ്വന്തം മകൻ അബ്സലോം കൊല്ലുവാനായിട്ട് രാജകൊട്ടാരത്തിൽ നിന്നും ഓടിക്കുകയാണ്. അബ്സലോമിൻ്റെ കൂടെ ധാരാളമായ ആളുകളുണ്ട്. രാജകൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ഗുഹയിൽ പോയി താമസിക്കുമ്പോൾ രാജാവ് എഴുതുന്ന ഹീബ്രുവിലുള്ള മനോഹരമായ കവിതയാണിത്. ഇന്ന് കേരളത്തിന് ഒരു വിമോചനം ആവശ്യമാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള വിമോചനം. ഈ കാട്ടുമൃഗങ്ങൾ ആരാണെന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുക. അടുത്ത നാളുകളിൽ ഒരു മനുഷ്യൻ കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖനായ വ്യക്തി പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. പിറ്റേ ദിവസവും ഒരാന ചവിട്ടിക്കൊന്നു. 2025 ഫെബ്രുവരി 13 ഇന്നലെ ഒരാന ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്നു. അപ്പോൾ ആ പ്രമുഖനായ വ്യക്തി, ജനത്തെ സംരക്ഷിക്കാൻ കടപ്പെട്ട വ്യക്തി പറയുകയാണ്, വനത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവരെയാണ് ആന ചവിട്ടിക്കൊന്നത് എന്ന്. ഈ മനുഷ്യർക്കൊന്നും ജീവനും ചോരയും നീരുമൊന്നും ഇല്ലേ? ആ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയെയോ മക്കളെയോ ബന്ധുക്കളെയോ ആണ് ആന കൊന്നതെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ പറയുമോ? സ്വന്തം ജനത്തെ കാണുവാനായിട്ട്, സ്വന്തം മക്കളായി കാണുവാനായിട്ട് ഈ നേതാക്കന്മാർക്ക് കടമയില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നുകിൽ മറക്കുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നു. ദാവീദിനെ കൊല്ലാൻ വേണ്ടി സ്വന്തം മകനും അബ്സലോമും കൂട്ടരും രാജാവിനെ അന്വേഷിക്കുമ്പോൾ രാജാവ് പറയുന്ന ഒരു വചനമുണ്ട്, ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, അബ്സലോമിന് മകന് ഒന്നും പറ്റരുത്, അവനെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഈ ജനത്തെ സംരക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം മറന്നു ജീവിക്കുന്ന ചില നേതാക്കന്മാരുടെ മുമ്പിലാണ് പ്രിയമുള്ളവരെ ജീവിക്കുന്നത്. ദാവീദ് ഇവിടെയാണ് ഒരു മാതൃകയായി തീരുന്നത്. ദാവീദ് പറയുകയാണ്, വിമോചനം കർത്താവിൽ നിന്നാണ്. എൻ്റെ കഷ്ടതയിൽ, ദുഃഖത്തിൽ, ദാരിദ്ര്യത്തിൽ, രോഗത്തിൽ, കടബാധ്യതയിൽ നിന്ന് മോചനം കർത്താവിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഉണ്ടാകും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു. അവസാനം ദാവീദ് പറയുകയാണ് 8-ാം അധ്യായത്തിൽ അവസാനത്തെ വചനത്തിൽ, അവിടുത്തെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ജനത്തിനു മേലുണ്ടാകുമാറാകട്ടെ. ജനത്തിന് അനുഗ്രഹം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരു നല്ല രാജാവ്, ഒരു നല്ല നേതാവ്, അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദാവീദിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ, അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.